പ്രിയമുള്ളവരെ, കരൂരിൽ തമിഴക വെട്രി കഴകം വിജയുടെ പാർട്ടിയുടെ സമ്മേളനം വലിയ ദുരന്തമായി മാറുകയാണ്. തിക്കിലും തിരക്കിലും പെട്ട് ശ്വാസം മുട്ടി 38-ൽ പരം ആളുകൾ മരിച്ചു എന്ന വാർത്ത ഇപ്പോൾ തന്നെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇത് ഔദ്യോഗിക കണക്കാണ്. ഒരുപക്ഷെ ഇതിനേക്കാളൊക്കെ ഏറെയായിരിക്കാം മരണസംഖ്യ എന്ന നിഗമനം പുറത്തു വരികയാണ്. എന്തായാലും തമിഴ്നാട്ടിനെ സംബന്ധിച്ച് വലിയ ദുരന്തമാണ് നടന്നിരിക്കുന്നതെന്ന കാര്യത്തിൽ സംശയമില്ല. എന്തായാലും വലിയ രീതിയിലുള്ള വിമർശനങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട് വിജയ് ഏറ്റുവാങ്ങേണ്ടി വരുന്നത് എന്നതും വാസ്തവമാണ്. മിക്കപ്പോഴും ഈ തമിഴ് ജനതയുടെ താര ആരാധന അത് അധികമായി പോകുന്നു എന്ന് നമുക്ക് തോന്നിപ്പോകാറുണ്ട്. വലിയ കടുത്ത ഒരു ആരാധന, ദൈവത്തോടെന്ന പോലെയുള്ള ഒരു ആരാധന തമിഴ് ജനത മിക്കപ്പോഴും അവരുടെ സിനിമാ താരങ്ങളോട് കാണിക്കാറുണ്ട്. അവരുടെ രാഷ്ട്രീയവും സിനിമയുമായി എപ്പോഴും ബന്ധപ്പെട്ട് കിടക്കുന്നു. എപ്പോഴും സിനിമാക്കാർ പറയുന്ന ആളുകളെയാണ് അവർ ഇലക്ഷനിലൊക്കെ വിജയിപ്പിക്കാറുള്ളത്. പക്ഷേ അതിലൊരു മറുവാദവുമുണ്ട്. കാരണം തമിഴ്നാട്ടിലെ നടന്മാരൊക്കെ കുറച്ചുകൂടി സിമ്പിളാണ്. അവർ ജനങ്ങളുമായി ഇടപഴകി ജീവിക്കുന്ന ആളുകളാണ്. തമിഴ്നാട്ടിലെ ചെന്നൈയിലൊക്കെ ഏതൊരു തെരുവുകളിൽ കൂടിയും തമിഴ് നടന്മാർ വളരെ സിമ്പിളായി തന്നെ നടന്നു പോകുന്നത് കാണാം. മേക്കപ്പ് ഒന്നും ഇടാതെ തന്നെ നടന്നു പോകുന്നത് കാണാം. ഒരുപക്ഷെ കമലഹാസനും രജനീകാന്തും വിജയും അജിത്തും ഒക്കെ അങ്ങനെ പോകുന്ന ആളുകളാണ്. മേക്കപ്പ് ഒന്നും ഇല്ലാതെ വളരെ സാധാരണക്കാരായി പോകുന്ന ആളുകളാണ്. ജനങ്ങളുമായി ചേർന്ന് നിൽക്കുന്ന ആളുകളാണ്. മറിച്ച് കേരളത്തിലാണെങ്കിൽ പുട്ടിയിട്ട് പോകുന്ന സിനിമാ നടന്മാരാണ് മിക്കപ്പോഴും ഉള്ളത്. വീട്ടിന് മുമ്പിൽ നാട്ടിയ കൊടി, ദേശീയ പതാക ഒന്ന് സ്വാതന്ത്ര്യദിനത്തിന് ഉയർത്തണമെങ്കിൽ പോലും വിഗും വെച്ച് ഒപ്പം പുട്ടിയുമിട്ട് വരുന്ന നടന്മാരാണുള്ളത്. അതിൽ നിന്ന് വിഭിന്നമാണ് തമിഴ്നാട്ടിന്റെ ഒരു അവസ്ഥ. അതുകൊണ്ടായിരിക്കാം ജനങ്ങൾക്ക് അവരുടെ ജീവിതവുമായി ചേർന്ന് നിൽക്കുന്നതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ തമിഴ്നാട്ടിലെ ആളുകൾക്ക് തമിഴ് സിനിമാ നടന്മാരോടൊരു ആരാധന എന്ന ഒരു പക്ഷം കൂടിയുണ്ട്. പക്ഷേ ചിലപ്പോഴൊക്കെ അത് വളരെ അധികമായി പോകുന്നു എന്ന് തോന്നലുണ്ടാകാറുമുണ്ട്. ഇന്ന് ഈ കരൂരിൽ നടന്ന സമ്മേളനത്തിന്റെ വീഡിയോ ദൃശ്യമാധ്യമങ്ങൾ കാണിക്കുമ്പോൾ തന്നെ തോളുകളിൽ, പിതാക്കന്മാരുടെ തോളുകളിൽ ഇരുന്ന് വരുന്ന കൊച്ചുകുട്ടികളുണ്ട്. ലക്ഷക്കണക്കിന് ആളുകൾ വരുന്ന ഒരു സ്ഥലത്ത് കൊച്ചുകുട്ടികളെ ഒട്ടും സുരക്ഷിതമല്ലാതെ ഇങ്ങനെ കൊണ്ടുവരുന്നത് ഏതു താരാരാധനയുടെ പേരിലായാലും നമുക്ക് അനുകൂലിക്കുവാൻ പറ്റില്ല. കാരണം 8 കുട്ടികളാണ് ഈ തിക്കിലും തിരക്കിലും പെട്ട് മരിച്ചതെന്ന് പറയുന്നു. 38 പേരിൽ 8 കുട്ടികളുണ്ട് എന്ന് പറയുന്നു. അതൊന്നും നമുക്കൊരിക്കലും ന്യായീകരിക്കാൻ പറ്റില്ല എന്നത് വാസ്തവം തന്നെയാണ്. എന്തായാലും ഇപ്പോൾ വിജയുടെ പേരിൽ വലിയ വിമർശനം തമിഴ്നാട്ടിൽ നിന്ന് ഉയരുന്നുണ്ട്. കോൺഗ്രസും CPM-ഉം ഒക്കെ വിജയ് അറസ്റ്റ് ചെയ്യണമെന്ന് ആവശ്യപ്പെടുന്നുണ്ട്. പ്രത്യേകിച്ചും വിജയ് ഒരു കോൺഗ്രസ് അനുഭാവം വെച്ച് പുലർത്തുന്ന ഒരാളായിരുന്നു. അദ്ദേഹം രാഷ്ട്രീയ പാർട്ടിയൊക്കെ ഉണ്ടാക്കിയെങ്കിലും അദ്ദേഹത്തിന്റെ പിതാവ് കോൺഗ്രസ് പാർട്ടിയുമായിട്ട് ബന്ധമുള്ള ആളായിരുന്നു. അദ്ദേഹത്തിന്റെ രാഷ്ട്രീയം എപ്പോഴും ഫാസിസ്റ്റ് വിരുദ്ധമാണ്, BJP വിരുദ്ധമാണ്. അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ വിജയ് ഈ കേസിൽ കുടുക്കപ്പെടുവാനുള്ള സാധ്യതകളുമുണ്ട്. തമിഴ്നാട് ഭരിക്കുന്ന DMK-യും അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ശത്രുവാണ്. അതുകൊണ്ട് തന്നെ വിജയ് ഈ സംഭവത്തിന്റെ പേരിൽ അറസ്റ്റ് ചെയ്യപ്പെടാനുള്ള വലിയ സാധ്യതകൾ മാധ്യമങ്ങൾ ചർച്ച ചെയ്യുകയാണ്. അദ്ദേഹം ഇപ്പോൾ തൃച്ചി എയർപോർട്ടിൽ നിന്ന് പോകുന്ന സമയത്ത് പത്രപ്രവർത്തകർ അദ്ദേഹത്തോട് ഈ ദുരന്തത്തെക്കുറിച്ച് ചോദിച്ചു. പക്ഷെ അദ്ദേഹം ഒന്നും മിണ്ടുന്നില്ല. അത് തമിഴ്നാട്ടിൽ വലിയ ജനരോഷം ഉണർത്തുന്നുണ്ട് എന്ന വാർത്തയും മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയാണ്. മിക്കപ്പോഴും വാർത്തകളൊക്കെ കാണിക്കുന്നത് ആ സ്ഥലത്ത് മിക്കപ്പോഴും ബന്ധുക്കളൊക്കെ മരണപ്പെട്ട സ്ത്രീകൾ വളരെ വലിയ രീതിയിൽ തന്നെ വിലപിക്കുന്നുണ്ട്. അവർ വിജയെ പ്രാകുന്നുണ്ട്. വിജയ് ഒട്ടും മനുഷ്യത്വമില്ലാത്ത ആളാണ്, കണ്ണിൽ ചോരയില്ലാത്ത ആളാണെന്നൊക്കെ പറയുന്നുണ്ട്. ഒരുപക്ഷെ വിജയുടെ രാഷ്ട്രീയ ജീവിതത്തിന് പരിസമാപ്തി, അന്ത്യം കുറിക്കുന്ന ഒരു സംഭവം കൂടിയായിരിക്കാം കരൂരിൽ നടന്നത് എന്ന വിലയിരുത്തൽ വരികയാണ്. അതായത് ഒരുപക്ഷെ തമിഴ് വെട്രി കഴകം എന്ന പാർട്ടി ജനിച്ച ഒപ്പം തന്നെ മരിക്കുന്നു എന്ന ഒരു വിശകലനങ്ങൾ മാധ്യമങ്ങൾ നടത്തപ്പെടുകയാണ്. 38-ൽ പരം ആളുകൾ മരിച്ചു കഴിഞ്ഞു. ആ സ്ഥലത്ത് നിന്ന് വിജയ് ഒട്ടും പ്രതികരിക്കാതെ ആ സംഭവം നടന്ന സ്ഥലത്ത് നിന്ന് തൃശ്ശി എയർപോർട്ടിലേക്ക് പോയി, അവിടെ നിന്ന് ചെന്നൈയിലോട്ട് പോയി എന്ന വാർത്താ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ ഒരുപക്ഷെ വിജയ് എന്ന രാഷ്ട്രീയക്കാരന്റെ അവസാനമായിരിക്കാം എന്ന രീതിയിലുള്ള നിഗമനങ്ങൾ മാധ്യമങ്ങൾ നിറയുകയാണ്. കാരണം എത്ര താരാരാധന ഉണ്ടായിരുന്നാലും തങ്ങളുടെ കുടുംബത്തിൽപ്പെട്ട ആളുകൾ ഒരു നോക്ക് വിജയെ കാണാൻ വേണ്ടി വന്നിട്ട് ആ തിക്കിലും തിരക്കിലും പെട്ട് മരിക്കുമ്പോൾ അതിനോട് പ്രതികരിക്കാതെ അവിടെ നിന്ന് എസ്കേപ്പ് ആകുന്ന ഒരാളോട് എത്ര വലിയ താരമായിരുന്നാലും ജനങ്ങൾ പ്രതികരിക്കും. അങ്ങനെയുള്ള ഒരു പ്രതികരണം ഉണ്ടാകുന്നു എന്ന രീതിയിൽ തന്നെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യണം. എന്തായാലും വിജയുടെ രാഷ്ട്രീയ പാർട്ടി തമിഴക വെട്രി കഴകം അത് ജനിച്ച ഉടനെ തന്നെ മരിച്ചു വീഴുവാനുള്ള സാധ്യതകൾ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയാണ്. കേന്ദ്രം ഭരിക്കുന്നത് BJP ആണ്. വിജയെ പൂട്ടുവാനുള്ള സാധ്യതകളുണ്ട്. സംസ്ഥാനം ഭരിക്കുന്ന DMK-യും വിജയ്ക്കെതിരാണ്. എന്തായാലും വിജയ് അറസ്റ്റ് ചെയ്യപ്പെടും എന്ന സാധ്യത തന്നെയാണ് മാധ്യമങ്ങളൊക്കെ വിശകലനം ചെയ്യുന്നത്. ഇന്നോ നാളെയോ വിജയ് അറസ്റ്റ് ചെയ്തേക്കാം. ഒരുപക്ഷെ വിജയ് ചില ഒത്തുതീർപ്പ് ഫോർമുലയുടെ പേരിൽ ഒക്കെ അതിനുശേഷം പുറത്തു വന്നേക്കാം. കാരണം
തന്റെ രാഷ്ട്രീയം ഉപേക്ഷിക്കുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായാൽ അദ്ദേഹം കേസുകളിൽ നിന്നൊക്കെ രക്ഷപ്പെട്ടേക്കാം. സംസ്ഥാനം ഭരിക്കുന്ന TMKയോ കേന്ദ്രം ഭരിക്കുന്ന BJPയോ ഒക്കെ അദ്ദേഹത്തെ രക്ഷപ്പെടുത്തുന്ന ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് എത്തിയേക്കാം. ഒരുപക്ഷെ അദ്ദേഹത്തിന് തന്റെ രാഷ്ട്രീയ മോഹങ്ങൾ ഉപേക്ഷിക്കേണ്ടി വന്നേക്കാം എന്നൊരു വസ്തുത കൂടി മാധ്യമങ്ങൾ ചർച്ച ചെയ്യണം. എന്തായാലും വലിയ രീതിയിലുള്ള പ്രതിഷേധം വിജയ്ക്ക് നേരെ ഉണ്ടാകുന്നു. വിജയ് വലിയ രീതിയിൽ ഒരു തരംഗമായി വരികയായിരുന്നു തമിഴ്നാട്ടിൽ. പ്രത്യേകിച്ചും തമിഴ്നാട് ഭരിക്കുന്ന DMKയ്ക്ക് വലിയ ഒരു രാഷ്ട്രീയ എതിരാളിയാകും എന്ന രീതിയിലുള്ള രാഷ്ട്രീയ വിശകലനങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. പ്രത്യേകിച്ചും തമിഴ് നാട്ടിലെ മുസ്ലിം ജനവിഭാഗത്തെ ഒപ്പം നിർത്തുവാൻ വിജയ് ശ്രമിച്ചിരുന്നു. DMKയുടെ വോട്ട് ബാങ്ക് ആയിരുന്നു മുസ്ലിങ്ങൾ. അങ്ങനെ DMKയുടെ വോട്ട് ബാങ്കിലേക്ക് വളരെ ശക്തമായി തന്നെ നുഴഞ്ഞു കയറുവാനുള്ള ശ്രമങ്ങൾ വിജയുടെ ഭാഗത്തുനിന്നുണ്ടായി. അങ്ങനെ DMKയുടെ ഒരു രാഷ്ട്രീയ ശത്രുവായി തന്നെ വളർന്നു വരുന്നതോടൊപ്പം ശക്തമായി തന്നെ BJPയെയും ഒപ്പം നരേന്ദ്രമോദിയും അമിത്ഷായും ഒക്കെ വെല്ലുവിളിക്കുന്ന ഒരു സമീപനവുമായി വിജയ് മുന്നോട്ട് പോയിരുന്നു. പക്ഷേ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ഭാവി അത് ഇവിടെ തകർന്നു വീഴുന്നു എന്ന ഒരു വിശകലനം തന്നെയാണ് മാധ്യമങ്ങൾ നടക്കുന്നത്. വിജയ് ഒരുപക്ഷെയോ ഇന്നോ നാളെയോ ഒക്കെ ആയിട്ട് അറസ്റ്റ് ചെയ്യപ്പെടുക, വിജയുടെ രാഷ്ട്രീയ ജീവിതത്തിന് പരിസമാപ്തി ഉണ്ടായേക്കാം എന്ന വിശകലനങ്ങൾ മാധ്യമങ്ങൾ നിറയുകയാണ്. തൽക്കാലം ഈ വീഡിയോയുമായി ഇവിടെ വാങ്ങുന്നു. മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.